സീരീസിൻ്റെ ഇന്നത്തെ റമദാൻ വ്ളോഗ് നോക്കാം. രാവിലെ നമ്മൾ അത്താഴമൊക്കെ കഴിച്ചു. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അങ്ങനെ അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പം രാവിലെ ഉറക്കഴിച്ചു. അപ്പം ഇന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം വീട് വൃത്തിയാക്കണം, അതാണ് ആദ്യത്തെ ഡ്യൂട്ടി. അപ്പം വീട് വൃത്തിയാക്കിയിട്ട് വരാം. വലിയൊരു സാധനം എത്തിയേ. കിടന്ന് കുലിങ്ങടല്ലേ, ഇങ്ങനെ ഇങ്ങനെ ആക്ക്. വേണ്ട ക്യാരംസ് ഗൈസ്, ഓർഡർ ചെയ്ത ക്യാരംസ് എത്തി. അങ്ങനെ നമ്മളെ ക്യാരംസ് അൺബോക്സ് ചെയ്യാൻ പോകും. ഞാൻ ചെറുതായിരിക്കും, ഇപ്പൊ നല്ല വലുത്. നമ്മളത് സൈസ് കണക്കാക്കിയില്ല ഓർഡർ ചെയ്തത്. പിന്നെ ഒഴിവാക്കണം. എടുക്കല്ലേ കേട്ടല്ലേ. അതിന്റെ ബാക്കില് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പൗഡർ ഇതെന്തിന്? കട്ട. ഇതെന്തൊരു ലിക്വിഡ്. ഓ മൈ ഗോഡ്. പൗഡർ ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, പിന്നെ കട്ട ഉണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് തീരുമ്പോ കട്ട ഉണ്ടോ? സീനല്ലാണ്ടോ. നോക്കട്ടെ. സമൂസ ഉണ്ടാക്കാൻ പോകുന്നു. സമൂസ ചോദിക്കണേ മുമ്പേ പറഞ്ഞു. ചിക്കൻ സോസേജ് കൊണ്ടാണ് സമൂസ ഉണ്ടാക്കുന്നത്. പിന്നെ ചീസ് പൊളിയായിരിക്കും. അത് മസാല റെഡിയാക്കി വെച്ചിരിക്കുന്നത് പോളയ്ക്ക്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ വേറൊരു സ്നാക്സാണ് പോള. അപ്പം അതിന് വേണ്ടി നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചാണ്. ഈ മസാല നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല അല്ലേ. പക്ഷേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഈ മസാലയിലെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ഇതാ ഇവിടെ കുത്തി കാണേണ്ടത്. ചിക്കന് പകരം സോസേജ് ഇടണം. ചിക്കൻ സോസേജ് ചെയ്യുന്നു. ചിക്കന് പകരമല്ല, ചിക്കൻ സോസേജ് ചെയ്യുന്നു. അമ്മച്ചി ഇവിടെ പോളയ്ക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാൻ പോകുകയാണ്. അപ്പം അതിന് വേണ്ടി നമുക്ക് മുട്ട ആവശ്യമുണ്ട്, പാൽ ആവശ്യമുണ്ട്, 2 മുട്ട, ഈ ഒരു മസാല തേക്കാം. ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് കുരുമുളക്. ഈ സൗണ്ട് ഉണ്ടാക്കാതിരി കുറേ കുറച്ച് ചില്ലി ഫ്ലെക്സ്. അത് കാരണം അപ്പം സൗണ്ട് ആക്കാൻ പറ്റില്ല. എത്ര രസമായിരിക്കും.
ഇപ്പൊ പിന്നെ എന്ന് പറയാനില്ലേ. ഇച്ചിരി ആപ്പിളിന്റെ വിനെഗർ ഒഴിക്കുക. കുറച്ച് കെച്ചപ്പ് കൂടെ. And little salt. കടുവറ ഫുൾ മിക്സിങ്. ഇത് പൊരിക്കാൻ പോണോ? ഇത് പോളക്കുള്ളതാണേ. പോള ബെറ്റർ. മറന്നു പോയിട്ട് മാവ് എന്തൊരു മാവ്? മൈദ മാവ്. പാല്. ഒരു സ്പൂൺ. 2 സ്പൂൺ. 3 സ്പൂൺ. മൂന്നര സ്പൂൺ. ഇനി അതിലോട്ട് നമുക്ക് മറ്റേ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി മല്ലിയിലയും അല്ലേ മുട്ട സ്മെല്ല് വരും. പച്ചമുളകും 2 മുട്ട ഇട്ടില്ലേ, കുരുമുളക്. മുട്ടയുടെ ഒരു ഫ്ലേവർ. ഓക്കെ. കുറച്ച് ഉപ്പും കൂടെ ഇടുക, അടിച്ചെടുക്കുക. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോസേജ് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. പോള ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു. നെയ്യ് ഒഴിച്ച് മൊത്തം ചുറ്റിക്കുക. ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ അതുപോലെ ഇല്ലേ? അല്ല, അത് ഈ പാത്രത്തിന് ഇളകി വരണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമ്മളുണ്ടാക്കിയ ബാറ്ററില്ലേ, അതിൻ്റെ പകുതി താഴെ ഒഴിച്ചു. മുളക് വരഞ്ഞില്ല. അവിടെ കുറച്ച് സ്പേസ് ഇടണം. കുറച്ച് സ്പേസ് ഇടണം. കണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം അത് ഇച്ചിരി ഒന്ന് വേവണം കേട്ടോ, കുറച്ച്. ഇവിടെ എന്തിനാണ് ചെയ്യുന്നത്? അല്ല, ഈ പൈ വെച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. ഇത് ഈ മസാല മുഴുവൻ ഇത് ഇടുമല്ലോ. ഇല്ല, കുറച്ച് മറ്റേ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പൊറോട്ട ഉണ്ടാക്കുന്നത് അത് ഈ പൊറോട്ട കൊത്തി വെച്ചിരിക്കുന്നു. അത്ര ഒഴിച്ച്
നമുക്കിതിന് കുറച്ച് ബാക്കി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ടാ. വേറൊരു പാത്രം. അടുത്ത ഇനി കൊത്ത് പെറോട്ടയിലേക്ക് കിടക്കാം. വെള്ളം ഈത്തപ്പഴം കഴിക്കുമ്പോൾ തന്നെ എല്ലാവരും വയറ് വീക്കും. പിന്നെ ഒരു വെറൈറ്റി ഇല്ലേ, ഒരു ഫ്രെയിമിൽ നിങ്ങളെ ഓഹോ അല്ലേ അപ്പം പണിയുമ്പോൾ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞേ. ജോലി സംസാരിക്കാറില്ല. നമുക്ക് കുത്ത് പെറോട്ടയിലേക്ക് കിടക്കാം. കൊത്തു പൊറോട്ട കൊത്ത് പെറോട്ട, കൊത്ത് പെറോട്ടയിലേക്ക് കിടക്കാം. പെറോട്ട വാങ്ങിച്ചാ ഇനി ഇന്നലെ വാപ്പ വാങ്ങിച്ചു. കൊത്ത് പെറോട്ട അല്ല, പെറോട്ട പെറോട്ട വാങ്ങിച്ചത് ഞാൻ കൊത്തി അരിഞ്ഞു വെച്ചത്. ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഇതിലൊന്നും നമ്മൾ തൊടാൻ പാടില്ല, ബിക്കോസ് തൊട്ടാൽ നമുക്ക് തിന്നാൻ തോന്നും. അതൊന്നും തിന്നരുത് കേട്ടോ. ഞാൻ ഒന്ന് മച്ചി ഇങ്ങനെ കൊത്തി 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 ഇങ്ങനെ ആക്കണേ. ഇതിൽ മസാല നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന മുളക് പൊടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല അതിന് കൂടെ തന്നെയാണ്. ഇതിന് അതിലിടണം, ഈ സാധനം അതിലിടണം, കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇടണം എന്നൊക്കെ ഞാൻ പറയൂല, ഒന്നും ഞാൻ പറയില്ല. എന്നിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം, എടുത്ത് വയ്ക്കണം. നമ്മുടെ പരിപാടിയാണ്, വലിയ മെനക്കെടേണ്ട ഒരാവശ്യമില്ല. ഇതുണ്ടാക്കി മെനക്കെടാനല്ലാതെ വേറെ മെനക്കെടാനില്ല. വേളെ വിട്ട് വലിയ തക്കാളിയുള്ളെങ്കിൽ കൊത്ത് ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യണം? ഒറിജിനലായിട്ട് കുത്ത് പറത്ത് ഇതൊക്കെ ഇടോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഇതിൽ മുട്ട വെക്കുന്നുണ്ടോ ഞാൻ അറിയില്ല. അപ്പം ഇനി നിനക്ക് ചോറ് വരുമ്പം കറി മീൻ പൊരിച്ചതില്ലെങ്കിൽ മുട്ട പൊരിച്ചത് തന്നില്ല. എൻ്റെ ഉമ്മാരെ കുട്ടിക്ക് സന്തോഷമായോ? കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള് നമുക്ക് നന്നായി തെറിച്ചൊക്കെ പോണം. ഇതിൽ കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്യുമ്മ, കളർ എടുത്ത്. കൈ അങ്ങോട്ട് നീക്കിയിട്ട് എടുത്ത് കായ് വേദന എടുക്കുന്നു. കളറിൻ്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞ മുളക് കിട്ടിയ. പക്ഷെ നമ്മൾ കുരുമുളക് പൊടി അവസാനം കുളമാവരുത്. കുളമാവില്ല, ആ തീ ഒന്ന് ഓഫ് ചെയ്യൂ. കുരുമുളക് പൊടി ഞാൻ കൊത്തു പറ
സൈഡിലൊക്കെ ഒന്ന് നീക്കി കൊടു. പപ്പടം പോലെ ആക്കും. കൊത്തി കഴിഞ്ഞിട്ട് കാണാം. സമൂസയിൽ ചീസും കൂടെ ആഡ് ചെയ്തു. നമ്മൾ പോള ഐസ് റെഡി. ഇതിനെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യൂലേ? ഇനി ഡെക്കറേറ്റും ചെയ്യാൻ പറ്റില്ല. റെഡി ആയിട്ട് ഇനി ഇത് മറിച്ചിടണ്ടേ? ഞാൻ പറഞ്ഞു നീ അവിടെ നിന്നൊക്കെ എടുക്കണം പോകണം. ഇപ്പൊ ഇതൊന്നും അറിയാൻ വയ്യ ശ്രദ്ധിക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ച സമൂസയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി എത്രയും കഴിയും. അത്രേ ഉള്ളൂ. നമ്മളെ പോള പ്ലേറ്റ് വെച്ചിട്ടോടാ. എന്താ ആലോചന? ചീസിൻ്റെതാണ് ഇത്. നമ്മൾ കൊത്തു പൊറോട്ടയും സോസ് വെച്ച് മിക്സ് കഴിക്കും. അതെല്ലാവർക്കും ഉണ്ട്. പൈനാപ്പിളൊക്കെ ഇട്ട് അടിക്കുന്നതിനെ കൊണ്ട് മധുരം ബാലൻസ് ചെയ്ത്. ഇന്ന് വാങ്ങിച്ചില്ല, ഒരു കളി കളിക്കണ്ട്. എനിക്ക് സോസേജ് ഇഷ്ടമില്ല. അന്ന് ഉണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ടോ? അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോസേജ് എവിടെ? ഞാൻ കഴിച്ചു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ചീസ് ഉള്ളതിന്നു നാളെ അതാണ് ഭയങ്കര
എവിടെ എന്തെങ്കിലും സാധനം പറയുന്നത് ഇതെന്തോ ഓരോ സമയം തനിങ്ങനെ ഇരിക്കണം. ആ എഴുതിയിരിക്കണില്ലേ, ഒരു സമയം നടുക്കെടുക്കും, ഒരു സമയം ഏറ്റവും താഴെ. കാണാനൊന്നും പറ്റൂല. അത് ഇതിന്റെ കാണാൻ ഇത് വെച്ചാട്ടോ. എനിക്കത് വഴി എന്നെ കാണാൻ പറ്റുമെങ്കിൽ എനിക്കത് വഴി നിന്നെ കാണാം. അതിന് ഒരു മുത്തോളൂ. ഞാൻ പറഞ്ഞ കറുത്ത സ്ക്രീൻ അടിക്കാം. അത് കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇപ്പോഴടിക്കാൻ പാടില്ല, ലാസ്റ്റ് അടിക്കാം. നമ്മള് ലാസ്റ്റ് എടുക്കാവൂ. ഇത് നമ്മള് ക്യാരംസ് കളിക്കുന്നു. അടിക്കണേല് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെല്ലാരും കൂടെ ഇരുന്ന് ക്യാരംസ് കളിക്കുന്നു. അയ്യോ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കണം. ബാറ്റിൽ വിൽ ബി ലെജൻഡറി. സക്സസ്ഫുള്ളി ആദ്യത്തെ കളിയിൽ സുഫിയാൻ തോറ്റു, രണ്ടാമത്തെ കളിയിൽ ഞാനും തോറ്റു ഉപയോഗിക്കുന്നു. ഇപ്പൊ അവർ രണ്ടുപേരെ കളി. ഞങ്ങളിവിടെ രണ്ടാമത്തെ കളിയും കളിച്ചു. അതിലും മച്ചി തന്നെ ജയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ആദ്യത്തെ കളിയിലും ഉമ്മ ജയിച്ചത്, ഇപ്പൊ രണ്ടാമത്തെ കളിയിലും ഉമ്മ ജയിച്ചു. ഞാൻ ആദ്യത്തെ കളിയിൽ രണ്ടാമത്തെ റൗണ്ടിൽ തോറ്റുവെങ്കിൽ ഇത് ഞാൻ ഫൈനൽ വരെ പോയി. അവസാനം കപ്പ് ഇട്ടില്ലെന്നേ ഉള്ളൂ. നമ്മളെ കളിയൊക്കെ കഴിഞ്ഞു. സമയം എത്രയായി? 9:30. ഇവിടെ ഇത്രേ ഉള്ളൂ. ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നാളത്തെ റമദാൻ വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.